നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പ്രശസ്ത പ്രകൃതി ചികിത്സകൻ ഡോക്ടർ പി എ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 38 വർഷമായി തിരൂരിൽ പ്രവർത്തിച്ചുവരുന്ന തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമത്തിന്റെ 38ാം വാർഷികാഘോഷം ആരംഭിച്ചു. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തീർച്ചയായിട്ടും ഇത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള ഒരു സംഗതി കൂടിയാണ്. അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമ്മൾ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിപ്പെടുന്ന വ്യക്തികളുള്ളത് കേരളത്തിലാണ് എന്നാണ്. ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഈ അടുത്തൊരു തലക്കെട്ട് നമ്മൾ പത്രത്തിൽ കേരളത്തെക്കുറിച്ച് വായിക്കേണ്ടി വന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ അല്ലേ, കൂടുതൽ ആയാസം ആവശ്യമുള്ള ജോലികളിൽ നമ്മൾ കൂടുതലൊരു കോർപ്പറേറ്റ് ശൈലിയിലേക്കൊക്കെ മാറുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണത്. അതോടൊപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ, പരമ്പരാഗത ഭക്ഷണ രീതികളിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ആധുനികമായ ഭക്ഷണ ശൈലികളിലേക്ക് മാറുന്നതും തീർച്ചയായിട്ടും ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ അതിനൊക്കെതിരെയുള്ള ഒരു പ്രതിരോധം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ വളർന്നു വരേണ്ടതുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും ഇത്തരം ആശയങ്ങളും അതിൻ്റെ ഈ പ്രകൃതി ഗ്രാമം പോലെയുള്ള അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ വളരെയധികം സഹായം നൽകുന്ന കാര്യമാണ്. അതേപോലെ മരുന്നുകളുടെ അമിത ഉപയോഗം അതും നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് ഈ അടുത്ത് നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്ഷയരോഗത്തിന് പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ പോലും വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലം ഈ സൂക്ഷ്മാണുക്കൾ അതിനെതിരെ പ്രതിരോധശേഷി കൈവരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയുള്ള മരുന്നുകൾ റിസർച്ച് ചെയ്യുകയും അതുപോലും ഫലിക്കാതെ വരികയും ചെയ്യുന്ന അതിൻ്റെ അമിത ഉപയോഗം മൂലം പലപ്പോഴും നമ്മളുടെ മൃഗങ്ങളിൽ പോലും ഇതിൻ്റെ അംശം കാണുകയും ഈ മരുന്നുകളുടെ അംശം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ദുഃഖകരമായ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. ഡോക്ടറുടെ കുറിപ്പടി രോഗിക്ക് പോലും മനസ്സിലാവാത്ത ചികിത്സാരീതിയിൽ നിന്ന് മാറ്റം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലിയും ക്രമവും മാറ്റി രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം കഴിഞ്ഞ 38 വർഷം പ്രവർത്തിച്ചു എന്നത് സന്തോഷകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷനായി. ഡോക്ടർ പി എ രാധാകൃഷ്ണൻ, ഡോക്ടർ ജയദേവ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പീതാംബരൻ ഗുരുവായൂർ, ഡോക്ടർ സർഗാസ്മി, ബിന്ദു വി ജി അഴീക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം ചേർക്കാതെ പലതരം പുട്ടുകളുണ്ടാക്കുന്ന പാചകപഠനം വർണ്ണപ്പുട്ട് എന്ന പരിപാടിയും ഓർത്തോപതി ഉൽപ്പത്തിയും വികാസവും എന്ന വിഷയത്തിലുള്ള പഠന ക്ലാസും നടക്കും. ഇലകളും പച്ചക്കറികളും ചേർത്ത് കഞ്ഞി ഉണ്ടാക്കുന്ന പാചകപഠനം, കാലിക കഞ്ഞി എന്ന പരിപാടിയും രോഗങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന വിഷയത്തിൽ പഠന ക്ലാസും നടക്കും. ആഘോഷ പരിപാടികൾ 29-ന് സമാപിക്കും. ടിവി ന്യൂസ്, തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500-ൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.